ദൈവം നൽകിയതിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും അത് ചെറിയൊരു ടാലൻ്റ് ആണല്ലോ. പക്ഷേ ഇവിടെ ഈ വന്ന സമയം തൊട്ട് പ്രേയറിലും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വെൽക്കം ചെയ്തപ്പോഴും ആങ്കർ ചെയ്തപ്പോഴും എല്ലാം റിപ്പീറ്റ് ചെയ്തൊരു വേഴ്സ് ഉണ്ട്. ലെറ്റ് നോ വൺ ഡിസ്പൈസ് ദൈ യൂത്ത്. താങ്ക് യു ബ്രദർ. പ്രാർത്ഥിച്ചപ്പോഴും എല്ലാം അത് പറഞ്ഞു. ആരും നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കും. ആ വേഴ്സ് എസ്പെഷ്യലി എല്ലാ യങ് പീപ്പിൾ, ദിസ് എ പ്രോമിസ് ഫോർ യു. കുഞ്ഞുങ്ങളോടാണ്. യേശുബച്ചന് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. യേശുബച്ചന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. പാവ യേശുബച്ചന് ഇഷ്ടമല്ല. കപടഭക്തി. യേശുബച്ചന് ഒട്ടുമിക്ക ആളുകളുടെയും കൂടി ഇരിക്കാൻ പറ്റും, പക്ഷെ ഈ കപടഭക്തിക്കാരുടെ കൂടെ യേശുബച്ചൻ ഇരുന്നതായിട്ട് അധികം നമ്മൾ കാണുന്നില്ല. അതുപോലെ യേശുബച്ചന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ അങ്ങ് പറയാം. ഈ കൂട്ടത്തിൽ ചെറിയ ഒരുത്തനെ നിങ്ങൾ തുച്ഛീകരിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എസ്പെഷ്യലി കുഞ്ഞുങ്ങളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് യേശുബച്ചൻ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. എൻ്റെ അടുക്കൽ വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ തടയരുത്. യേശുബച്ചന് ഇഷ്ടമല്ല കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നത്. ഒരു പരിപാടി കർത്താപ്പച്ചനില്ല കേട്ടോ. യേശുബച്ചൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് നോക്കിയാൽ, മക്കളുമാരെന്നെ നോക്കിയാണ്, ഐ എം സ്പീക്കിംഗ് ടു യു. ആ പ്രോഗ്രാം ലിസ്റ്റിൽ ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്താലും there will be space for you. യങ് പീപ്പിൾ, നിങ്ങൾക്ക് വേണ്ടി കർത്താപ്പച്ചന് സമയമുണ്ട്. നിങ്ങളിൽ ഒരാളെ തുച്ഛീകരിക്കുന്ന കർത്താവിന് ഇഷ്ടമല്ല. കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അത്. കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താത്ത ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ അത് പ്രൂവ് ആയ 1-2 ഭാഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും, പെട്ടെന്ന് പ്രാർത്ഥിക്കും. ഒരു പക്ഷേ പുതിയ നിയമ താളുകളിൽ ഇത് ചർച്ചിൻ്റെ പേര് ക്രൈസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ജീസസിൻ്റെ സർനെയിം ആണെന്ന്, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കണേ, ദൈവമക്കൾ ശ്രദ്ധിച്ചോണം, ക്രൈസ്റ്റ് ഇസ് ഹിസ് അസൈൻമെന്റ്. ദ വേർഡ് ക്രൈസ്റ്റ് മീൻസ് ദ അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. ആ പേരിനകത്ത് തന്നെ എന്നാ ഉണ്ട്? അഭിഷേകം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അപ്പൊ ഈ ഭൂമിയിൽ താൻ ചെയ്തെടുത്ത അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട വേർഡാണ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ദ നസ്രേൻ, നസ്രേനായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ തലമുറക്കാരായി ഈ കുഞ്ഞുങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കയാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്നോട് നന്ദി പറഞ്ഞു. സോ ഐ എം സ്പീക്കിംഗ് ടു ക്രൈസ്റ്റ് ജനറേഷൻ. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? ഇല്ല, 1-2 പേര് മിസ്സിങ്. നിങ്ങൾ അടുത്തുള്ള കൂട്ടുകാരോടൊക്കെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ മീറ്റിംഗ് ആണെന്നൊന്ന് പറഞ്ഞ്. ടെൽ യുവർ നെയ്ബർ ദാറ്റ് ദിസ് ഇസ് അവർ മീറ്റിംഗ്. ഇപ്പോഴാണ് എനിക്ക് ഒരാളെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കിട്ടി, ആളെ കിട്ടി. ദിസ് ഇസ് അവർ മീറ്റിംഗ്. കേട്ടോ മോളെ? ക്രൈസ്റ്റ് ജനറേഷൻ കേട്ടെ മോനെ? സോ ഐ എം സ്പീക്കിംഗ് ടു എ ഗ്രൂപ്പ് ഓഫ് യങ് പീപ്പിൾ. The heaven has destined in the city to be an anointed one. ഈ പട്ടണത്തിൽ അഭിഷിക്തരായിരിക്കുവാൻ കർത്താവ് കണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തോടാണ് ഇന്ന് ഈ ആനിവേഴ്സറി വേണ്ടത്. ഇനി നിങ്ങളോട് ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു വേർഡുണ്ട്. യേശുബച്ചന് ഇഷ്ടമല്ലാത്തൊരു കാര്യം, കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി കർത്താപ്പച്ചനൊരു തിരുവചനത്തിലെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഡേ മീനിങ് ഫുൾ ആക്കുന്നതും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസം അത് പെന്തക്കോസ്തിന്റെ നാളാണ്. ചർച്ചിന്റെ ബർത്ത്ഡേ ആണ് പെന്തക്കോസ്ത്. ഒന്ന് ആമേൻ പറഞ്ഞേ. ചർച്ചിന്റെ ബർത്ത്ഡേ എന്ന് പറയും. ഞാനത് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കല്ലേ. 120 പേരോളം കാത്തിരിക്കുമ്പോ ഉയരത്തിൽ നിന്ന് ശക്തിയെ പ്രാപിച്ച ദിവസമാണ് പെന്തക്കോസ്റ്റ് ഡേ. Some of you are wondering, Uncle said church birthday. Yeah, 2000 years before, Jesus said to almost 120 people to wait in the city. ഇതുപോലൊരു സിറ്റിയുടെ നടുക്ക്, പാരിഷ് ഹാൾ ആണോ എന്നറിയില്ല, പക്ഷെ നമ്മൾ വിളിക്കുന്ന അപ്പർ റൂം എന്നാണ്. They were waiting almost for 50 days, and especially the last 10 days they were waiting. Why? Jesus said, wait in the city, you will receive power from on high. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ on the 50th day, that 50th day is called Pentecost Day. Some of you are wondering, what is Pentecost, right? Pentecost is nothing but a number, a name of a festival related to the 50th day after the Passover.
ആ ദിവസം ചർച്ചിൻ്റെ തുടക്കമാക്കി മാറ്റിയ ദൈവത്തിന് ഞാനിത് പറയുമ്പോൾ ആത്മാഭിഷേകത്തോടൊരു കൂട്ടം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മറന്നുപോകല്ലേ, 3000 പേരോളം പേർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന ആ മഹത്വകരമായ ദിനം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അതുപോലെ ഈ പട്ടണത്തിലൊക്കെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ഈ സിറ്റിയും അതുപോലൊരു ഡേ കാണുമെന്ന് വിശ്വസിക്കുന്നവർ, ഒരു ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് ലെയ്സ്റ്റർ കാണും, ഈ സിറ്റി കാണും, ഈ പട്ടണം കാണുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടിക്കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്ത്. അതുപോലെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ അത് കിടക്കുന്നത്. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. Acts chapter 2, such a blessed chapter. You will see all that happened on that day. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിന് പരിപാടിയില്ലെന്ന്. Young people, I said God will not despise you, right? You know what happened? That day, when 120 people, they were receiving power and singing like each one of us, maybe clapping, maybe shouting. Okay? So there were many people in the city from different parts of the world. They heard this noise. നമ്മുടെ ഈ നോയ്സ് ഒന്നും അധികം പുറത്തോട്ട് പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. പക്ഷെ that day somehow the people heard the noise and they all gathered. ഒന്ന് ഇമാജിൻ ചെയ്തേട്ടാ മോനെ, ഈ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഹോളിന്റെ പുറത്തോട്ടൊരു 10,000-3000 പേര് വന്ന് നിന്നാ എങ്ങനെ ഇരിക്കും? Will you be scared? നിങ്ങൾ പേടിക്കും, ഉള്ള അങ്ങ് പറയും. That day Peter and the other disciples, they were not scared. You know why? They received the anointing. അവര് സ്കേർഡ് ആവണമായിരുന്നു മോനെ, പക്ഷെ they received a spirit called spirit of boldness. എന്തോ ആത്മാവിനെ പ്രാപിച്ച്? ധൈര്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നോട് ചേർന്നെന്ന് പറഞ്ഞ്, ധൈര്യത്തിന്റെ ആത്മാവ്. Can you repeat after me? ധൈര്യത്തിന്റെ ആത്മാവ്. Can you repeat after me? Spirit of boldness. ഒന്നുകൂടൊന്ന് അടുത്തിരിക്കുന്ന ഫ്രണ്ടിനെയൊക്കെ തൊട്ട് പറഞ്ഞ്, സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ്. ആ മോളെ തൊട്ട് ഒന്ന് തൊട്ട് പറഞ്ഞ, സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ്. ഉറക്കെ പറഞ്ഞിടോ, ഇത് മിസ്സാവില്ല, ഇത് മിസ്സാവില്ല. ഈ മീറ്റിങ്ങിന് വന്നിട്ട് 1-2 വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റണം. ഈ ചർച്ചുമായി ബന്ധപ്പെട്ട്, ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട്. മക്കൾ എൻ്റെ മുഖത്ത് നോക്കിക്കോണേ, എന്നെ നമുക്ക് വേണം സ്പിരിറ്റ് ഓഫ് പാസ്റ്റർ. യങ് പീപ്പിൾ, മൈക്കൊക്കെ പിടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇൻ മൈ മൈൻഡ് ഐ വിൽ ഗോ ബിഫോർ, എൻ്റെ ചൈൽഡ്ഹുഡിന് മുമ്പുള്ള ഫ്യൂ ഇയേഴ്സിന് ബിഫോറിലേക്ക് ഞാൻ ഇങ്ങനെ പോകും. യു നോ വൈ? ടു മീ സ്റ്റാൻഡിങ് ഹിയർ, മക്കൾ നോക്കണം, നമ്മൾ നോക്കിയാണ്, ലുക്കിംഗ് അറ്റ് യുവർ ഫേസ്, സ്പീക്കിംഗ് ടു യു ഇസ് എ മിറക്കിൾ. നിങ്ങളുടെ മുഖത്ത് നോക്കി മൈക്കും പിടിച്ച് ഇങ്ങനെ മിണ്ടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. You know why, Mane? I was so scared of people. I remember the first time when I grabbed mic, just like my young child. I remember a day when I grabbed the mic, maybe for the first time before a few people. ഇതുപോലൊരു ആനിവേഴ്സറിയോ ക്യാമ്പോ എന്തോ പാസ്, കുഞ്ഞായിരിക്കും, എൻ്റെ മൂത്ത ബ്രദറിൻ്റെ കൂടെ. അന്ന് പപ്പ അടൂരിനടുത്ത് മിനിസ്റ്റർ ചെയ്യുന്ന സമയമാണ്. So what happened on that day was I was so scared, full of fear. നിങ്ങൾ എങ്ങനെ ഫിയർ വരുമ്പോൾ എങ്ങനെ മോനെ റെസ്പോണ്ട് ചെയ്യുന്നത്? ഷ്യൂർ ചെയ്യുന്നവരുണ്ട്, കൈ വിയർക്കുന്നവരുണ്ടോ? ഇന്ന് അതിനൊക്കെ യേശുപ്പിച്ച ഒരു വിടുതൽ തരട്ടെ, സ്തോത്രം. ചിലരുണ്ട് കണ്ണടയ്ക്കുന്നവരുണ്ട്, ഞാൻ അതിനകത്തുണ്ടായിരുന്നു. തല കുനിക്കുന്നവരുണ്ടോ? ആരും കൈവക്കത്തില്ല, ഞാൻ കൈവക്കാം, സ്തോത്രം. എന്നിട്ട് ഫാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു നിപ്പ് നിന്നിട്ട് സൺഡേ സ്കൂളിൽ പഠിച്ചൊരു പാട്ട് പാടി. എനിക്ക് ആകെ 4 വരെ അറിയുള്ളൂ, പക്ഷെ ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അത് പാടുന്നില്ല. പാടി 4 ലൈൻ കംപ്ലീറ്റ് ചെയ്തു. തുടങ്ങിയത് അറിയാം, പക്ഷെ നിർത്താൻ അറിയില്ല. Then I was starting singing again the first line again. Okay? You want me to sing that song? അന്ന് പാടിയത്. Okay. ഒരു ദിവസം 100 ആടുകളെ, പരിചയമുണ്ടോ? പണ്ട് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആർക്കൊക്കെ മുഖത്ത് ചിരി വന്നു. ഒരു ഇടയൻ മേച്ചിരുന്നു കണക്കു നോക്കി നല്ലിടയൻ. I was singing like this. ഒരു വാജത്തെ കാണുന്നില്ല
കണക്കു നോക്കി നല്ലിടയിൽ ഒരു വാചത്തെ കാണുന്നില്ല. ധനവസ്ഥയ്ക്ക് ഇവിടാണോ നിർത്തണ്ടേ? അല്ല. ഒരു ദിവസം പിന്നെയും 100 ആടുകൾ, പിന്നെയും വന്നു കണക്ക് നോക്കി, പിന്നെയും ഇതെവിടെ നിർത്തണ്ടേ? ചുരുക്കി പറഞ്ഞ ഓൾമോസ്റ്റ് ഫോർ 10 minutes maybe I was singing this 4 lines again and again. It was more like a fear response. പാനിക് ആവുമ്പോൾ എങ്ങനെയായിരിക്കും? ചിലർ ഓടും, ചിലർ ഫൈറ്റ് ചെയ്യും, ചിലർ ഫ്രൈറ്റ് ചെയ്യും, വേറെ ചിലരുണ്ട് ഫ്രീസ് ആയി പോകും. അതുപോലൊരു ഫീലിംഗ് എന്നെ ചെയ്യണം. So now I'm in trouble, but the organizer is also in trouble. മീറ്റിംഗ് നടത്തുന്നവർക്കും പ്രശ്നം. കാരണം സമയത്തിന് ഭയങ്കര വിലയല്ലേ. അവരെങ്ങാണ് എന്നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഈ കുഞ്ഞു മോനെ നീ എവിടെങ്കിലും പാടാതെങ്ങാനും പോയി അതിൻ്റെ പാട്ടും തീർന്നു അവൻ്റെ ലൈഫും തീർന്നാലെന്ന് വെച്ചാൽ ആരും മിണ്ടുന്നത്. എല്ലാവരും ഭയങ്കര കൈൻഡ് പാസ്റ്റർ, ഭയങ്കര ദയയുള്ള മനുഷ്യൻ. പക്ഷെ ഇതിൻ്റെ പുറകിലൊരു അപ്പച്ചൻ. ഉച്ച കഴിഞ്ഞുള്ള ടൈമാണ്. അപ്പച്ചന് ഉച്ചയ്ക്ക് ഒരു ഊണ്, അതായത് ഒരു വെഡ്ഡിങ്ങിന് എന്തോ അറ്റൻഡ് ചെയ്തിട്ട് അന്നത്തെ വെഡ്ഡിങ് കഴിഞ്ഞ് വരുമ്പോൾ അന്നത്തെ വെഡ്ഡിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓർമ്മയുണ്ടാവും, കല്യാണം കഴിയുമ്പോൾ നാരങ്ങായ. ഈ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓ സ്തോത്രം. ഓക്കെ, നല്ല ഓർമ്മയാണ് ഫാസ്റ്റ്. അപ്പം അന്നത്തെ വെഡ്ഡിങ്ങിനൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം നാരങ്ങ. അപ്പം ഈ അപ്പച്ചൻ്റെ പോക്കറ്റിൽ എന്നാ ഉണ്ട്? ഒരു നാരങ്ങ. അപ്പച്ചൻ പതുക്കെ നടന്ന് അത് തന്നെ ഒരു 2 minutes എടുത്ത് കാണും. ആ പാവം മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈ പതുക്കെ പിടിച്ചു. ഞാനിവിടെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പച്ചൻ കൈ പിടിച്ചപ്പോൾ എൻ്റെ പാട്ട് നിന്നു ഫാസ്റ്റ്. അപ്പം എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം. പക്ഷെ എല്ലാവർക്കും ഒരു പേടി, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പച്ചൻ ഫസ്റ്റ് ഒന്ന് കൈ തന്നോട്ടെ, കൈ മോനെ വെൽ ഡൺ മോനെ. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കൈ എടുത്തിട്ട് മോന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. തന്ന അപ്പച്ചനും എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇതൊരു നാരങ്ങയാണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായി. 2 സന്തോഷം. 1, എനിക്ക് പാട്ട് നിർത്താൻ പറ്റി. 2, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. It's my testimony. I was so afraid of people. I don't know why I'm sharing this testimony here, but if you're in a position, maybe doing certain things, but still if you are, the Spirit of the Lord can set you free. Now you ask me, what happened next? What change happened? I have to wait for a couple of years more. I received the baptism of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ പാസ്റ്റർ, അഭിഷേകം നുകങ്ങളെ തകർക്കുമെന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ കെട്ടങ്ങ് പൊട്ടിപ്പോയി. ഒന്ന് കരങ്ങളൊക്കെ നന്നായി തട്ടിക്കൊണ്ട് പറഞ്ഞേ, നാം പ്രാപിച്ചിരിക്കുന്നത് ധൈര്യത്തിന്റെ ആത്മാവാണ്. We have received the spirit of boldness. യേശുവിന്റെ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ധൈര്യത്തിന്റെ ആത്മാവിനെ പകരണമേ. God will bless you with spirit of boldness. Don't be afraid of people. Don't be afraid of people. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ ആ വാക്ക് വീണ്ടും എടുത്തെഴുതി, നാമോ വീണ്ടും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ. We have received spirit of boldness, discipline and love. Now you are with me, okay? കൂടണ്ടേ? ഇച്ചിരി ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. But that day, this 120 people were not afraid of people around. അവർ പുറത്തു വന്നു. You know who stood in the front on the day of Pentecost? All the 120 people or the 12 disciples were standing, but one person stood. His name is Peter. ഒന്ന് പറഞ്ഞേ, ആരാ? Peter. The very same Peter who denied Jesus how many times? 3 times. Oh, സോദര. അപ്പോൾ ഈ അഭിഷേകത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. There's an anointing who gives you a new beginning. പുതിയ തുടക്കത്തിന്റെ അഭിഷേകം. You may have a former things, you may have past experience. പക്ഷെ നിന്റെ പഴയതിനെ എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ചർച്ച് ഈ ആനിവേഴ്സറിയിൽ ഒരു പുതിയ തുടക്കം.
കുടുംബങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ. എല്ലാവരും ശ്രദ്ധിച്ചേ. In the realm of the spirit, നിങ്ങൾ ആത്മാവിൽ കണ്ടാൽ നിങ്ങളുടെ തലയുടെ മേലെല്ലാം ഒരു എഴുത്തുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് വെച്ചിട്ടൊരു ലേബലുണ്ട് മോളെ. ബ്രദർ, നിങ്ങളുടെ തലയുടെ മേലെല്ലാം എഴുത്തുണ്ട്, എഴുത്തുകൾ പലതുണ്ട്. നിങ്ങളുടെ പ്രൊഫഷന്റെ ടൈറ്റിലുണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ ടൈറ്റിലുണ്ട്. അത് തന്നെ ഫെയിലിയർ ആയെങ്കിൽ ആ ഫെയിലിയറിന്റെ ടൈറ്റിലുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയാം, നിനക്ക് വിരോധമായ കൈയെഴുത്തുകളെയെല്ലാം ക്രൂശിൽ മായ്ച്ചു കളഞ്ഞവൻ. മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Behold, I will do something new. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം gives us a new beginning. നിങ്ങൾക്ക് ഒത്തിരി കാര്യം പറയില്ല, പക്ഷെ ഇത് മറക്കല്ല, പ്ലീസ് മറക്കല്ല. നിങ്ങൾ പറഞ്ഞു we have received the spirit of boldness. എല്ലാവരും ഓർക്കെ പറഞ്ഞ സ്പിരിറ്റ് ഓഫ്. വീണ്ടും അടുത്തിരിക്കുന്ന കൂട്ടുകാരിയെ ഒന്ന് തൊട്ടെ, ഫ്രണ്ടിനെ ഒന്ന് തൊട്ടെ. we have received spirit of. അവിടെ നീ മിസ്സാവാൻ ഞാൻ സമ്മതിക്കത്തില്ല, മിസ്സാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത്രയും ദൂരം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലേ കൈവെക്കണം, പ്രാർത്ഥിക്കണം കേട്ടോ. യേശുബജ ഒന്നുകൂടെ പറഞ്ഞേ, we have received spirit of new beginning. എന്തോ സ്പിരിറ്റ് ഓഫ് ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കത്തിൽ. ഒത്തിരി പറയാൻ പറ്റും, പക്ഷെ ഞാൻ ആ ഇൻസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഇപ്പൊ ആരാ ഫ്രണ്ടിൽ നിൽക്കുന്നേ? പീറ്റർ, the very same Peter who denied 3 times. He is having a title, who denied Jesus. But now the Spirit of the Lord is giving him a new beginning. തള്ളി പറഞ്ഞവനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്നവൻ. Hallelujah. Hallelujah. ഓടിക്കളഞ്ഞവനെ കൊണ്ട് മുമ്പിൽ നിർത്തിക്കുന്നവൻ. ഈ ചർച്ച അങ്ങനെ ചിലരെ കാണാൻ പോകുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർ മുമ്പിൽ വരാൻ പോകുന്നു. മക്കളെ, ഇത് പറയുമ്പോ എനിക്കറിയില്ല, നിങ്ങൾ സ്പിരിച്വൽ ലൈഫ് മാത്രം എടുക്കല്ലേ. Can I share my testimony? When I received the baptism of the Holy Spirit, മോളെ, the first change for sure we receive other tongues, അല്ലേ? അങ്ങനെ പ്രാപിച്ചിട്ടുള്ളവരുണ്ടോ? അന്യഭാഷയിൽ ആത്മാഭിഷേകം പ്രാപിച്ചവരുടെ കൈ ഒന്ന് കാണട്ടെ. കിട്ടിയിട്ടുണ്ടോ? ധൈര്യമായിട്ട് അതൊക്കെ മില്യൺ അടിച്ച പോലെ നീ കൈ പൊക്കിക്കോണം. നന്നായിട്ട് കൈ പറ്റിയോ? ഇതിനേക്കാളും വലുതൊന്നും നിനക്ക് കിട്ടാനില്ല. നന്നായിട്ട് അഭിഷേകം കിട്ടിയവരുടെ കൈയൊക്കെ കാണട്ടെ. സ്വോത്രം 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 സ്വോത്രം. ശരിക്കും അങ്ങനെ ധൈര്യമായിട്ട് പിടിച്ചു. ഇല്ലാത്തവര് റെഡി ആയിക്കോണം. 10 minutes നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഓക്കെ അല്ലേ പാസ്റ്റർ? ഓക്കെ. ഇനി അഭിഷേകം പ്രാപിക്കുന്നതിന് ആദ്യത്തെ അടയാളം അന്യഭാഷയാണെന്നതിൽ ഞാനും യോജിക്കുന്നു. പക്ഷെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും അടയാളം നടക്കും. എൻ്റെ ലൈഫിൽ സംബന്ധിച്ചൊരു ചേഞ്ച്, ഹെറാൾഡ് ബ്രദർ. ഞാൻ എൻ്റെ സ്റ്റഡീസിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഹൈസ്കൂൾ ടൈമിലായി ബാപ്റ്റിസം വന്നു വീഴുന്നു. എൻ്റെ പപ്പായും മമ്മിയും മിനിസ്ട്രിയിലായതുകൊണ്ട് ഞാൻ ഒരു സമയത്ത് നവോദയ സ്കൂളിലൊക്കെ പോയി ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു സമയമുണ്ട്. എൻ്റെ ക്ലാസ്സിൻ്റെ ബോട്ടം ഹാഫിൽ. അങ്ങനെ ആരും ആവാതിരിക്കട്ടെ, സഹോദരൻ. പക്ഷേ മിഷേൽ കേട്ടെ, ഹോളി സ്പിരിറ്റ് അനോയിന്റ് ഹെൽപ് അപ്പ എന്നെ ഒത്തിരി സഹായിച്ചു. അഭിഷേകത്തിന് നിങ്ങളുടെ ബുദ്ധിയെ തുറക്കാൻ പറ്റും. നാമേം പറഞ്ഞ് Holy Spirit anointing, and you know why? Holy Spirit is called Spirit of Wisdom. ഇത് നമുക്കൊന്ന് ഒരുമിച്ച് പറയണം. Spirit of Wisdom. ഒന്ന് ഓർക്കെ പറഞ്ഞേ, Spirit of Wisdom. ഈ അന്തരീക്ഷത്തെ അങ്ങോട്ട് നിറയട്ടെ. Spirit of Wisdom, Spirit of Knowledge. പറഞ്ഞേ Spirit of, ഓർക്കെ പറഞ്ഞേ Spirit of Understanding. മാതാപിതാക്കളോട് പറഞ്ഞേ ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. നമ്മ അല്പം മുമ്പ് പറഞ്ഞല്ലോ, ധൈര്യത്തിന്റെ ആത്മാവ്. So Peter stood and he started preaching. Now listen. ഇനി പീറ്റർ എന്ത് വേണേലും പ്രസംഗിക്കാം, അല്ലേ?
എന്ത് വേണേലും പറയാം. പക്ഷെ ആദ്യം പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു വന്നതുകൊണ്ട് കുറച്ച് പേർക്ക് മനസ്സിലായി ഞാൻ എന്തിനാ ഇത്രയും സമയം എടുത്തത്. ഇത്രയും പറഞ്ഞ എല്ലാ ഇൻട്രൊഡക്ഷനാണ്. ആത്മാഭിഷേകം പ്രാപിച്ച് കത്തുന്ന അഗ്നിജ്വാലയുമായി 3000-ന്റെ മുമ്പിൽ, അത് പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ കാണും, എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ജ്ഞാനത്തോടെ വാ തുറന്നപ്പോൾ the very first word they uttered is from the book of Joel chapter 2 verse 28. എന്തോ മോനെ ആദ്യം പറഞ്ഞേ? നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. എനിക്ക് ആനിവേഴ്സറിയിൽ പാസ്റ്റർ എന്തെല്ലാം നടക്കുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തന്ന 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഇത് നല്ല ദാനങ്ങളുടെ ആത്മാവാണ്. ഒന്ന് പറഞ്ഞേ, നല്ല ദാനങ്ങളുടെ ആത്മാവ്. സ്പിരിറ്റ് ഓഫ് ഗുഡ് ഗിഫ്റ്റ്സ്. സ്പിരിറ്റ് ഓഫ് ഗുഡ് ഗിഫ്റ്റ്സ് പറഞ്ഞു. ഒന്നും കേൾക്കുന്നില്ലല്ലോ. സ്പിരിറ്റ് ഓഫ്, മക്കൾക്ക് ഉറക്കെ പറഞ്ഞു, സ്പിരിറ്റ് ഓഫ് ഗുഡ് ഗിഫ്റ്റ്സ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരുന്ന അപ്പയമ്മയും നമുക്കറിയാം. അക്കാഡമിക് ഇയർ നല്ലതായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഗിഫ്റ്റ് തരുന്ന ടീച്ചറിനെ നമുക്കറിയാം. സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഒരു പക്ഷേ ടീച്ചേഴ്സ് ചർച്ചൊക്കെ കൊടുക്കും അല്ലേ പാസ്റ്റർ? ചർച്ച് നമുക്കറിയാം. പക്ഷെ ഇതിനെ ഒന്നും നമ്മൾ ഗുഡ് ഗിഫ്റ്റ്സ് എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദ ബെസ്റ്റ് ഗിഫ്റ്റ് തരുന്ന ഒരു അപ്പനെ നിന്ന് പകല് നിങ്ങൾ അറിയാം. മക്കൾ എന്നെ കേൾക്കണേ, തന്നോട് യാചിക്കുന്നവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്ന ഒരു പിതാവുണ്ട്. We do have a father in heaven, Yeshua, who give you the best gift. There is only one condition. മക്കൾ ചോദിക്കണേ. If we ask, you know how we ask? എങ്ങനെ മക്കളെ ചോദിക്കുന്നേ? യേശുപ്പച്ചനോട് എങ്ങനെ ചോദിക്കൂടാ? കണ്ണൊന്നാ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും അല്ലേ? ചിലപ്പോൾ ആവുന്നെങ്കിൽ കൈയൊക്കെ കൂപ്പിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? നമ്മളിതിനെ വിളിക്കുന്നൊരു പേരുണ്ട്, എന്തുവാ? പ്രേയർ. എനിക്കത് വേണം. ക്രൈസ്റ്റ് ജനറേഷനിലെ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണേ, ഇത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കളെ ഞാനിങ്ങനെ പറയാം, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വോക്കൽ ട്രെയിനിങ്ങിന് വിടുകയോ ഫുട്ബോൾ കോച്ചിങ്ങിന് വിടുകയോ മാത്സിന്റെ ട്യൂഷന് വിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഒന്നാമത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. ചേർച്ച്, ക്രൈസ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറ പ്രാർത്ഥിക്കുന്ന തലമുറയായിരിക്കട്ടെ. ഒന്ന് അധരമെല്ലാം ഒന്ന് തുറന്നേ. എനിക്കറിയാം ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വാക്കാണ്. ഈ ആനിവേഴ്സറിയിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേടാ മക്കളെ. ആരെങ്കിലും പുറത്തുണ്ടെങ്കിലൊക്കെ ഒന്ന് ഓടി വിളിക്കണേ. ഇനി ഒരു 5 minutes നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. We are going to pray for 5 minutes. മക്കളെ പ്രാർത്ഥിക്കണം. യേശുപ്പച്ചനോട് ചോദിക്കണം. You have to ask. You have to ask. യേശുപ്പച്ചനോട് ചോദിക്കണേ. മക്കളെ ലുക്ക് ആസ്ക് ചെയ്യുന്നതിന് എന്നാ വേണം? ചോദിക്കണം. ശബ്ദം വേണേ. യേശുപ്പച്ചനോട് ചോദിക്കണം. യേശുപ്പച്ച, I believe in your word. Today I was listening to your word and saying God will give me a spirit of boldness, spirit of good gifts, spirit of wisdom, spirit of knowledge. യേശുപ്പച്ചനോട് ചോദിച്ചു, യേശുപ്പച്ച ഇതൊക്കെ റിയൽ ആണെങ്കിൽ എനിക്ക് തരണം. ആ നല്ല പരിശുദ്ധാത്മാവിനെ ഞാൻ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നവരെല്ലാം ശബ്ദം ഒന്ന് ഉയരട്ടെ. അങ്ങനെ കൊതിക്കുന്നവരെല്ലാം അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നേ. 1 minute ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Will you stand on your feet for 1 minute? ഒന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിന്നേ. ലവധനാരകൾ ഖമനാ ശബദലലഗധനാദരകൾ ഖമനിയ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും
കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളാവും പോരാ. യേശുവേ, അങ്ങയുടെ വാഗ്ദത്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ കൊതിക്കുന്നു. മുട്ടോളമല്ല അരയോളാവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളാവും പോരാ. നിന്നിൽ മുങ്ങിടുവാൻ. യേശുവേ, മുട്ടോളമല്ല അരയോളാവും പോരാ. Father, we ask for a greater measure of your anointing. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിനായി ഒരു ക്രൈസ്റ്റ് ജനറേഷൻ ഈ മണ്ണിൽ എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ഒരു തലമുറയെ ഈ പട്ടണത്തിൽ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവുള്ളവരെല്ലാ കരങ്ങളെ തട്ടിക്കൊണ്ട് കർത്താവിനെ വിടുന്നു.